ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണൻ്റെ എണ്ണമറ്റ ഭാവങ്ങളുള്ളതിൽ ആമ്പാടിയിലെ കുസൃതിക്കുട്ടിയുടെ ഭാവമാണ് കുറേ ഭക്തർക്ക് ഇഷ്ടം. ഒരു കുട്ടിയുടെ ഉല്ലാസവും സരളതയും ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചു എന്നതാണ് കൃഷ്ണൻ്റെ പ്രത്യേകത. കുട്ടികളെപ്പോലെ എന്തിനേയും ഒരു കുസൃതി കളിയാക്കി മാറ്റാൻ കണ്ണന് കഴിഞ്ഞു. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരു കുട്ടി തൻ്റെ മുത്തച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം കടയിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം പൂജാമുറി ശ്രീകൃഷ്ണ പൂജ ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു കുട്ടി. ഒരു ദിവസം മുത്തച്ഛൻ കടയിൽ നിന്ന് വീട്ടിലെത്താൻ വൈകി. മുത്തച്ഛൻ വരും കുട്ടി പൂജ ചെയ്യാൻ തീരുമാനിച്ചു. കുട്ടി ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിലേക്ക് വിളക്കിൽ കത്തിച്ചതിന് ശേഷം കുറേ ചന്ദനത്തിരി എടുത്ത് കത്തിച്ചു. മുത്തച്ഛൻ വീട്ടിലെത്തിയപ്പോൾ മോൻ പൂജ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. കൊച്ചുമോൻ പൂജ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പാതിൻ്റെ പുറകിന് നിന്ന് ശേഷം ഈ കൊച്ചുമോൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി കാണാൻ തുടങ്ങി മുത്തച്ഛൻ. കുട്ടി ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ഭഗവാനെ കൃഷ്ണ, എൻ്റെ മുത്തച്ഛൻ എന്നും ആരോഗ്യവാനിരിക്കണേ, എൻ്റെ മുത്തച്ഛിയുടെ നടുവേദന മാറ്റി കൊടുക്കണേ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാണ് ചോക്ലേറ്റ് ദിവസം കൊണ്ട് തരുന്നത്, അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും അമ്മയും കാത്ത് രക്ഷിക്കണേ ഭഗവാനെ, അവരല്ലാതെ എന്നെ വളർത്ത് വലുതാക്കാൻ ആരാണുള്ളത് കൃഷ്ണ, ഭഗവാനെ എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും രക്ഷിക്കണേ, അവരില്ലെങ്കിൽ പിന്നെ ആരാണ് എൻ്റെ കൂടെ കളിക്കാൻ ഉണ്ടാകുക, ഈ വീട്ടിലെ ഞങ്ങളുടെ നായയും കാത്ത് രക്ഷിക്കണേ, കാരണം അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് കള്ളന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത്, കണ്ണ ഇതിനെല്ലാം ഉപരി കണ്ണൻ അങ്ങയെ തന്നെ കാത്തുകൊള്ളണേ, കാരണം അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്ന് കുട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ വേറെക്കുട്ടി ലളിതമായ പ്രാർത്ഥന കേട്ടപ്പോൾ മുത്തച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനുണ്ട്. ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത മുത്തച്ഛൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. കൊച്ചുകുട്ടിയെ സംബന്ധിച്ചോളം ശ്രീകൃഷ്ണൻ വെറും ഒരു സങ്കല്പമല്ല, മറിച്ച് യാഥാർത്ഥ്യമായിരുന്നു. അത്രയും പരിശുദ്ധി നിഷ്കളങ്കതയും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാത്തത്. ഉണ്ണിക്കണ്ണന് കുടിക്കാനുള്ള പാൽ എന്നും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണൻ എപ്പോഴും പശുവിൻ്റെ അകത്തുനിന്ന് പാൽ കുടിക്കാനായിരുന്നു ഇഷ്ടം. എന്നും ഈ അമ്മ പാൽ തരത്തില്ലല്ലോ എന്നുള്ള ഒരു തത്വം കൂടി ഉണ്ട്. അതായിരിക്കാം ആ പാൽ കുടിക്കാതെ നേരെ അകട്ടിപ്പോയി കുടിച്ചത്. സ്വയം പ്രയത്നിക്കുക. ലോകം നമുക്ക് നൽകുന്ന അല്പസുഖത്തിൻ്റെ മുന്നിൽ നമ്മൾ സംതൃപ്തരാകരുത്. ബാഹ്യലോകത്ത് നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങൾ വന്നു പോകുന്നതാണ്. സന്തോഷത്തിൻ്റെ ഉറവിടമായ ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സംതൃപ്തി കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമായിട്ട് നമ്മളിതിനെ സ്വീകരിക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം എന്നും പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. എന്നാൽ ഒന്നിലും പതറാതെ പുഞ്ചിരിയോടെ അവിടുന്ന് എല്ലാം വിജയകരമായി തരണം ചെയ്തു. കർമ്മധീരനായ അവിടുന്ന് എല്ലാ കർമ്മങ്ങളിലും നിസ്സംഗനായിരുന്നു. അതിനാൽ ജയകര പരാജയങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മനുഷ്യർ അലസരായിരിക്കാതെ കർമ്മങ്ങൾ മുഴുവേണ്ട ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്വന്തമായി ഒന്നും നേടാനില്ലാത്തപ്പോഴും ലോകത്തിനു വേണ്ടി കർമ്മം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മനുഷ്യനെ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവനെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അവരുടെ ജീവിതം എന്നും പ്രശാന്തി നിറഞ്ഞതായിരിക്കും. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരു കൃഷിക്കാരന് കുറേ ഏക്കർ കണക്കിന് കൃഷിഭൂമിയുണ്ട്. കോഴി, താറ അങ്ങനെ എല്ലാത്തിനും വളർത്തി ജീവിക്കുന്ന ഒരു കർഷകനാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചുഴലിക്കാറ്റൊക്കെ വരാറുണ്ട്. ഇദ്ദേഹം പ്രായമായി തന്നെ ജോലി ചെയ്യാനും വയ്യ. അപ്പോൾ പരസ്യം ചെയ്ത് ഒരു ജോലിക്കാരെ വേണം. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചുഴലിക്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആരും അവിടെ നിൽക്കില്ല. പിന്നെ ഒരാൾ വന്നു, ഞാൻ നിൽക്കാം നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് ചുഴലിക്കാറ്റ് വരാറുണ്ട്, അപ്പം നീ എന്ത് ചെയ്യും? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വരാ,
കൊടുങ്കാറ്റടിക്കുമ്പോഴും മുതലാളി എനിക്ക് നന്നായി ഉറങ്ങാൻ അറിയാം. ഇതെന്തെങ്കിലും വട്ടനാണ് വിചാരിച്ച് ഇത് ആകെ കുഴഞ്ഞു. പക്ഷെ വേറെ ആരെയും കിട്ടാനുമില്ല. ഇത് കുനിയാനോ നിവരാനോ ഒന്നും വയ്യതാനും എന്തായാലും ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റ് സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വല്ലപ്പോഴും വന്ന് കൃഷിസ്ഥലം വന്ന് നോക്കാൻ വരും. സാധാരണ എപ്പോഴും കൊടുങ്കാറ്റ് വരുമ്പോൾ വിളിച്ച് പറയും, ഗവൺമെൻറ്റിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കാം, ഇന്ന് ചുഴലിക്കാറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കാം. അപ്പം അങ്ങനെ മുന്നറിയിപ്പില്ലാതെ ഒരു ദിവസം ഇതുപോലെ കൊടുങ്കാറ്റ് വന്നു. അപ്പം ഈ മുതലാളി കൃഷിക്കാരനെ അവിടെ കിടന്ന് വെള്ളപ്പെടുകയാണ്. മുന്നറിയിപ്പില്ലാതെ വന്നിരിക്കുകയാണ് കൊടുങ്കാറ്റ്. എല്ലാം തീർന്നാണ്. നെല്ലൊക്കെ കൊയ്തിട്ട് ചവിട്ടിയെല്ലാം പുറത്ത് കിടക്കുകയാണ്. മറ്റ് മൃഗങ്ങളെല്ലാം ഉണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. ഇതൊക്കെ എന്തായി കാണും? എല്ലാം പറന്നു പോയി കാണുമോ? ഇതെല്ലാം തന്നെ നശിച്ചാണോ? വെപ്രാളം പിടിച്ചിട്ട് ഇതേയും തപ്പി 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 കൃഷിസ്ഥലത്തെത്തി. എത്തിയപ്പോൾ ഇയാൾ നോക്കുമ്പോൾ അയാൾ നല്ലോണം ഉറങ്ങുക. അപ്പോൾ ഉറങ്ങുന്നുണ്ടപ്പോൾ വിളിച്ച് കുലുക്കിയിട്ട്, ഈ വലിയ കൊടുങ്കാറ്റിൽ നീ ഇടുന്ന് ഉറങ്ങുകയാണോടാ, ഇതെന്താ എഴുന്നേക്ക് എന്നും പറഞ്ഞ് വിളിച്ച് വഴക്ക് പറയുകയാണ്. അപ്പോൾ നീ കൊടുങ്കാറ്റഴിക്കുന്നത് കണ്ടില്ലേ, നീ എന്തെങ്കിലും കിടക്കുന്നു, നീനോട് വരാനല്ലേ പറഞ്ഞു. അങ്ങ് എന്നോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴേ പറഞ്ഞില്ലേ, കൊടുങ്കാറ്റഴിക്കുമ്പോഴും എനിക്ക് നല്ലോണം ഉറങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ. അന്ന് ഞാൻ ഉത്തരം തന്നല്ലോ, ഈ സമയമാണ് നല്ലോണം ഞാൻ ഉറങ്ങുന്നു. ഉറങ്ങേണ്ട സമയം ഞാൻ വരുന്നില്ല പറഞ്ഞു. ഇത് തന്നെത്താനെ പോയി നോക്കിയപ്പോൾ ആ നെല്ലെല്ലാം വെച്ച് കെട്ടി എൻ്റെ പുറത്ത് ടാർപ്പായിട്ട് ഭദ്രമായിട്ട് കെട്ടി. കോഴികൾ നോക്കുമ്പോൾ കൂട്ടിനകത്ത് കയറ്റി അതൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു. പശുക്കളെ നോക്കുമ്പോഴും നല്ലവണ്ണം കെട്ടി എല്ലാം ഭംഗിയായിരിപ്പുണ്ട്. അത് മുന്നറിയിപ്പോടെ കൊടുത്തില്ലെങ്കിലും ഇതെല്ലാം തയ്യാറെടുത്ത് എല്ലാം വെച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അതിനെ നേരിടാനും ആ സമയത്ത് ശാന്തമായി നീങ്ങാനും പറ്റി. ചെയ്യേണ്ട സമയത്ത് ചിട്ടയായിട്ടെല്ലാം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏത് പ്രതിസന്ധിയെയും ശാന്തമായി തരണം ചെയ്യാൻ സാധിച്ചത്. ഒന്നും നഷ്ടപ്പെട്ടില്ല. മനുഷ്യനെ അർപ്പിച്ച കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവനെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അവരുടെ ജീവിതം എന്നും പ്രശാന്തി നിറഞ്ഞതായിരിക്കും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Uncertainty about life and fear of the future were the main reasons of my first visit to Amma. However, the moment I had Amma's darshan, everything changed. When I say everything changed, it was both internal and external. The world changed, the objective world, the empirical world changed, the world within also changed. All anxieties and feelings of insecurity disappeared. And in that ocean of love and compassion, it is indescribable. It is indescribable beyond words. So everything got washed away. It was actually detachment. When I look back and recall those experiences and letting go, I mean, it's just simply dawned spontaneously. So there was nothing to weigh me down except the fire of blazing love. A lot of times we go and we see Amma and we feel this overwhelming sense of love, and in that moment nothing else in the world matters. Right. But then you go back home and you go back to your education, and suddenly that intensity of that longing and that momentarily often detachment kind of fades away, and all those fears that whether it's fear of the future, insecurity, fear of so many different kinds of fears again pop up, and then again you feel that intensity kind of coming down. So did you feel that happening? I can only say that for those who are not able to sustain that intensity, that longing, I would say that they were not intense enough. I don't mean to say that they did not have that longing. I mean, it was there and might have been there all the way. I mean, it surfaced and disappeared, but it still remains within them and waiting for another opportunity to surface. But in my case, my mind was fully occupied by Amma, hence fear of societal commitments had no place, no space to reside in my heart. We often think about detachment as something that takes effort from our part. You have to slowly kind of tell yourself, this is not going to give me happiness, this is not going to give me happiness, and try to kind of pull away. So are you trying to say that when you have that intensity of love, that effort for becoming detached is not necessarily required, or did you need to put in effort for that detachment to kind of blossom to its fullness? All efforts, I mean, especially when it comes to spirituality, all our efforts are to reach the state of effortlessness. And when effortlessness happens, then you may even think, oh, why did I do all that work? It wasn't necessary. Because it just happened, and I just spend all these years, my time and energy, trying all these methods, all these techniques, and then see what happened. It was spontaneous. And also, true detachment is true love. Only a totally detached person can truly love everyone, because for him or her, for Amma, for example, there is only love. And that love is just a presence. It is not just a concrete. It's a presence. And it is an all-pervading presence, like the wind, like the air, like the sky. It's everywhere. And to continue with your question, and my relationship with my father was mostly dominated by fear. I was afraid of him, very afraid of him. So I just obeyed whatever he said. But for the first time in 22 years after meeting Amma, I fearlessly stood before him, looked straight into his eyes, and said, I have chosen my path. I can't live the way you want me to live, so I'm leaving. I think he was taken aback by my reaction but did not say anything, because he was also a nice person.
maybe he also had some guilt because he might have thought that I did not pay any attention to my son or my children, and I did not express sufficient love or concern. So anyway, he did not react. My maternal grandmother was the source of my personal expenses. So every month she would generously give me more than enough money to spend in whichever way I wanted. However, she couldn't accept my newfound mother. So she completely shut down the doors of her bank in front of me, branding me as an utterly disobedient grandson, a loafer who was after some weird fisherwoman. And Amma wasn't even that much older than you. They wouldn't have ever. I was 22 when I met Amma first, and Amma was, I think, 26. A year after my leaving the house, my brother, now Swami Pranavamritananda, also chose the same path. I mean, there is the same, maybe a little more intensity. Because he just shaved his head. He was still going to college. He was a college student and he was such a fashionable young man, and he completely shaved his head and smeared the entire body with sacred ash. He started wearing a dhoti that reached only up to his knees. He went there to write his final exams like that. And what more is needed for people to think that he is completely crazy? So anyway, so Pranavamritananda also chose the same path, and that was a huge shock to the family. And they did many pujas, even sorcery, hoping to bring us back. Apparently, once when we like black magic kind of thing. Black magic kind of thing, yes. So apparently, once when we both went to visit the family, they mixed some sacred ash from the puja in the tea they served us. And that did not have any effect. This was disclosed to us later after some of the family members became Amma devotees. So anyway, it took many years for the family to accept Amma. As you rightly pointed out, initially the ashram had nothing. Nobody knew Amma. There were no buildings, no property, no wealth, no public or government support. There were only skeptics, critics, and opponents. So from a worldly point of view, there was nothing concrete, nothing to quantify. So they were convinced that I was treading the wrong path. Which is natural, I guess, from their point of view. Yeah, of course. Right? Yes.